ആത്മവിശ്വാസം, കോൺഫിഡൻസ് നമുക്ക് ചെറുപ്പത്തിലുണ്ടായിരുന്നു. ആരാണ് അത് തകർത്ത് കളഞ്ഞത്? ചെറുപ്പത്തിൽ ചില മാതാപിതാക്കൾ നമുക്കറിയാം, കുട്ടികളൊക്കെ ജനലിലൊക്കെ എന്തെങ്കിലും കയറുമ്പോൾ എന്നിട്ട് വാൽ വച്ചുണ്ടാക്കലും, അതേപോലെ അവരെ അവർ തളർത്തി കളയും, എന്തെങ്കിലും ഒന്നും ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ. അതുപോലെ നമുക്കറിയാം, നമുക്കറിയാം ഇപ്പോൾ തീ അല്ലെങ്കിൽ ചുമണിക്കൂട് കത്തിച്ചപ്പോൾ കറണ്ട് പോയ മതിരി കത്തിച്ചേക്കും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ചില കുട്ടികൾ അതെടുക്കാൻ വേണ്ടി പോകും. അത് ആ വെളിച്ചവും അതിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ ഇടയിലൊരു കോൾ വന്നതാണ്, കട്ടായി. നമുക്കറിയാം നെറ്റിലാണല്ലോ ഇത് കളിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുട്ടികളെ നമുക്ക് നല്ല കൊണ്ടുപോയി ഇങ്ങനെ തൊടിച്ച് ഇങ്ങനെ കളിച്ച് ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കുകയും ചെയ്യാം. അങ്ങനെയാണ് ശരിക്കും പഠിപ്പിക്കേണ്ടതെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അവനെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക, ആ ഒരു അവസ്ഥയെ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുക, ആ എക്സ്പീരിയൻസിലൂടെ പഠിപ്പിക്കുക. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, പല കുട്ടികളും പഠിക്കുന്നതിനേക്കാൾ കുട്ടികളെ നമ്മൾ പറഞ്ഞൊരു കാര്യം, ചില മാതാപിതാക്കൾ പരാതി പറയാറുണ്ട് കുട്ടികളെ സംബന്ധിച്ച്, എത്ര പറഞ്ഞാലും കേൾക്കില്ല, എത്ര പറഞ്ഞാലും അനുസരിക്കില്ല എന്ന രീതിയിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു പഠനം പറയുന്നത്, നമ്മൾ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നല്ലോണം വായിക്കുക, ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങുക, നമ്മൾ വായിക്കുകയാണെങ്കിൽ അപ്പോൾ വായനൻ്റെ ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാകും. അപ്പോൾ അത് കൂടും. അപ്പോൾ നമ്മൾ നല്ല ഭാര്യയോട് നല്ല പോലെ പെരുമാറുകയും, നമ്മുടെ മാതാപിതാക്കൾ നല്ല പോലെ പെരുമാറുകയും, നമ്മുടെ സഹോദരിമാർ നല്ല രീതിയിൽ പെരുമാറുകയും ചെയ്യുകയാണെങ്കിൽ നമ്മളെ കുട്ടികൾക്ക് അത് കണ്ട് പഠിച്ച് മനസ്സിലാക്കുക. എങ്ങനെ നമ്മൾ പറയുന്നതിനേക്കാൾ എത്രയോ മടങ്ങ് ആണ് പ്രതിഫലിക്കുക എന്ത് പ്രാക്ടീസ് നമ്മൾ ചെയ്യുന്നതിലൂടെ. അതുപോലെ പ്രാക്ടീസ് ചെയ്യുക എന്നൊക്കെ പറയുന്നില്ല. അതേപോലെ ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ ചെയ്ത് ശീലിക്കുക. ചെറിയ ടാസ്കുകൾ, ചെറിയ ലോൺ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ ചെയ്ത് വലിയ എന്ത് ചെയ്യാനും പ്രാപ്തികളിലേക്ക് നമ്മൾ വളരുക. അതുപോലെ ചില ആളുകൾ എപ്പോഴും ഈ ഡള്ളായിട്ടിരിക്കും, എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ഇല്ലാതെ, അല്ലെങ്കിൽ എപ്പോഴും നെഗറ്റീവ് ചിന്തിച്ച്. അങ്ങനെ പോസിറ്റീവായ ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കുകയും അവരുടെ കൂടെ അവരിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുകയും, അതുപോലെ അങ്ങനെയുള്ളവരോട് നമ്മളെ വിഷമങ്ങൾ, പ്രയാസങ്ങൾ അങ്ങനെയുള്ളവരോട് നമുക്ക് നല്ല ഓപ്പോത്തിങ്സ്, അതായത് നമ്മൾ എന്താ പറഞ്ഞാൽ നെഗറ്റീവ് തരുന്ന ആൾക്കല്ല, കുറച്ച് പോസിറ്റീവ് നല്ല എനർജി നമുക്ക് തരുന്ന ആളുകളോട് നമ്മൾ കാര്യങ്ങൾ പറയുക, സംസാരിക്കുക. അതുപോലെ ചെറിയ ചെറിയ ടാസ്കുകൾ നമ്മൾ ചെയ്യുക, എന്നിട്ട് വലിയ ടാസ്കിലേക്ക് എത്തുക. എന്തും ചെയ്യാനുള്ള ആ ശക്തിയും കഴിവും നമ്മൾ ആർജിച്ചെടുക്കുക. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, അതിങ്ങനെ ഞാനിങ്ങനെ ആയിപ്പോയി, ഇനിയിപ്പോൾ അങ്ങനെ പോട്ടെ. ചില ആളുകൾ പറയും വളരെ, പക്ഷെ അങ്ങനെയല്ല, നമുക്ക് മാറ്റാൻ പറ്റും. നമ്മളെ പ്രകൃതിയും നമ്മളെ സ്വഭാവവും ഇതൊക്കെ നമുക്ക് മാറ്റാനും, നമുക്ക് എന്ത് കാര്യങ്ങൾ ചെയ്യാനും അങ്ങനെയൊക്കെ നമുക്ക് സാധിക്കും. കൂടുതൽ വ്യായാമത്തെക്കുറിച്ച് എപ്പോഴും ഞാൻ പറയാറുണ്ട്, ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വലിയ ടാസ്കിലേക്ക് നമ്മൾ എത്താം. ഓക്കെ.